ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് പഠിക്കാൻ പോകുന്ന കാര്യം വർക്ക്ഷോപ്പ് ടെക്നോളജി എന്ന സബ്ജക്റ്റിലെ ഫിറ്റിംഗ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. എന്താണ് ഫിറ്റിംഗ്? ഫിറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് അസംബ്ലിംഗ് വേരിയസ് പാർട്സ് മാനുഫാക്ചർഡ് ഇൻ ദ മെഷീൻ ഷോപ്പ്. എന്താണ് പറയുന്നത്? ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷീൻ ഷോപ്പിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന വേരിയസ് പാർട്സുകളുടെ അസംബ്ലിംഗ് പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? ഫിറ്റിംഗ്. എന്താണ് പറയുന്നത്? നമ്മുടെ മെഷീൻ ഷോപ്പിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന വേരിയസ് പാർട്സുകൾ, വ്യത്യസ്ത പാർട്സുകളുടെ അസംബ്ലിംഗ് അഥവാ ജോയിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, യോജിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ഇൻ എഞ്ചിനീയറിംഗ്, പർട്ടിക്കുലർലി ഇൻ ഹെവി ആൻഡ് മീഡിയം എഞ്ചിനീയറിംഗ്, ഈവൻ ടുഡേ വിത്ത് ദ യൂസ് ഓഫ് ഓട്ടോമാറ്റിക് മെഷീൻസ്, ബെഞ്ച് വർക്ക് ആൻഡ് ഫിറ്റിംഗ് ഹാവ് ഇമ്പോർട്ടൻറ്റ് റോൾസ് to play to complete and finish a job to the desired accuracy. എന്താണ് പറയുന്നത്? ഹെവി ആൻഡ് മീഡിയം എഞ്ചിനീയറിംഗിൽ ഒരു വർക്ക് ഫിനിഷ് ചെയ്യുന്നതിന്, അതായത് അക്യൂറേറ്റ് ആയിട്ട് കൃത്യമായ അളവിൽ ഫിനിഷ് ചെയ്യുന്നതിൽ ഓട്ടോമാറ്റിക് മെഷീൻസ്, അതുപോലെ ബെഞ്ച് വർക്ക്, ഫിറ്റിംഗ് എന്നിവയ്ക്ക് എന്തുണ്ട്? പ്രധാനപ്പെട്ട ഒരു റോള് തന്നെ ഉണ്ട്. കൃത്യമായ രീതിയിൽ ഒരു വർക്ക് ഫിനിഷ് ചെയ്യണമെങ്കിൽ എന്താണ്? ഓട്ടോമാറ്റിക് മെഷീൻസ്, ബെഞ്ച് വർക്ക്, അതുപോലെ ഫിറ്റിങ്ങിനും എന്തുണ്ട്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ നമ്മൾ യൂസ് ചെയ്ത് വരുന്ന കുറച്ച് സേഫ്റ്റി പ്രിക്വേഷൻസ് ആണ്. അല്ലേ? എല്ലാ വർക്ക്ഷോപ്പിലും എന്തുണ്ട്? സേഫ്റ്റി പ്രിക്വേഷൻസ് യൂസ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്തായിരിക്കും? അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നിങ്ങൾക്ക് അവിടെ ഒരു സ്ലൈഡ് കാണാൻ സാധിക്കും, സേഫ്റ്റി ഫസ്റ്റ് എന്നുള്ളത്. അല്ലേ? സേഫ്റ്റി എന്ന് പറയുന്നത് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്വയം സുരക്ഷ. അല്ലേ? ഒരു വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ എന്താണ്? സേഫ്റ്റി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം സേഫ്റ്റി പ്രിക്വേഷൻസ് യൂസ്ഡ് ഇൻ ഫിറ്റിംഗ് ഷോപ്പ്. ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സേഫ്റ്റി പ്രിക്വേഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഫസ്റ്റത്തെ പോയിന്റ്? കീപ്പ് പ്രോപ്പർ ഡിസിപ്ലിൻ ഇൻ വർക്ക്ഷോപ്പ്. എന്താണ്? വർക്ക്ഷോപ്പിൽ എപ്പോഴും എന്തായിരിക്കണം? പ്രോപ്പർ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം. അല്ലാണ്ട് വർക്ക്ഷോപ്പിൽ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കൃത്യമായി പാലിച്ച് ആ ഡിസിപ്ലിൻ കീപ്പ് ചെയ്തിട്ട് വേണം വർക്ക്ഷോപ്പിലെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ. അടുത്ത പോയിന്റ് എന്താണ്? ഡു നോട്ട് പ്ലേ വിത്ത് ദ ടൂൾസ് ബിക്കോസ് ദേ ആർ ഷാർപ്പ്. എന്താ പറയുന്നത്? ടൂൾസ്, അല്ലേ? ഫിറ്റിംഗ് ഷോപ്പിൽ നമ്മൾ ഒരുപാട് ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫയൽ യൂസ് ചെയ്യുന്നുണ്ട്, ബെഞ്ച് വൈസ് യൂസ് ചെയ്യുന്നുണ്ട്, ഹാക്സോ യൂസ് ചെയ്യുന്നുണ്ട്, സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടൂൾസൊക്കെ എന്തായിരിക്കണം? അതിൻ്റെ എന്താണോ അതിൻ്റെ ആവശ്യം അതിന് മാത്രമായിരിക്കണം യൂസ് ചെയ്യുന്നത്. അനാവശ്യമായിട്ട് ടൂൾസ് എറിഞ്ഞു കളിക്കുക, ടൂൾസ് അനാവശ്യമായിട്ട് ഉപയോഗിക്കുക, അങ്ങനെ ചെയ്യുമ്പോൾ എന്തായിരിക്കും? അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ? ചില ടൂൾസൊക്കെ എന്തായിരിക്കും? വളരെ ഷാർപ്പായിരിക്കും. അല്ലേ? ഷാർപ്പായിരിക്കും. ചില ടൂൾസ് എന്തായിരിക്കും? നല്ല വെയിറ്റ് കൂടിയ ടൂൾസ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അനാവശ്യമായ കളികൾ കളിക്കുമ്പോൾ എന്തുണ്ടായിരിക്കും? അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ അവോയ്ഡ് ചെയ്യണം. അടുത്ത പോയിന്റ് എന്താണ്? ഓൾ ഫയൽസ് ഷുഡ് ബി ഫിറ്റഡ് വിത്ത് സൂയിറ്റബിൾ ഹാൻഡിൽ അറ്റ് ദ എൻഡ് ഓഫ് ഫയൽ. ഫയൽസ് ഫിറ്റിംഗ് വർക്ക്ഷോപ്പിലെ പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് ഇത് ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫയൽ യൂസ് ചെയ്യുമ്പോൾ ഫയലിൻ്റെ ഹാൻഡിൽ, അതിൻ്റെ പിടിഭാഗം എപ്പോഴും ടൈറ്റ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ എന്താണ്? നമ്മൾ വർക്ക് ചെയ്യുന്ന അവസരത്തിൽ അത് ഊരി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. വെൻ യൂസിങ് ഹാക്സോ ചെക്ക് ഇറ്റ്സ് ബ്ലേഡ് വിച്ച് മസ്റ്റ് ബി ഫിറ്റഡ് ഇൻ പിൻസ് പ്രോപ്പർലി. ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ മെറ്റീരിയൽ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഇത് ഹാക്സോ എന്ന് പറയുന്നത്. അപ്പോൾ ഹാക്സോ എന്തായിരിക്കണം? അതിൻ്റെ ബ്ലേഡ്, ഹാക്സോൻ്റെ ബ്ലേഡ് എന്തായിരിക്കണം? അതിൻ്റെ ഒരു പിന്നുണ്ട്, ആ പിന്നിൽ പ്രോപ്പറായിട്ട് എന്തായിരിക്കണം? ലോക്കായിരിക്കണം. അല്ലേ? പ്രോപ്പറായിട്ട് ലോക്കായിട്ടില്ലെങ്കിൽ എന്താണ്? ഈ നമ്മൾ ഹാക്സോ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്യുന്ന അവസരത്തിൽ അത് ഊരിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കണം? പ്രോപ്പർ ആ പിന്നിൽ ലോക്കാണെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കാർട്ടൂൺ കാണാൻ പറ്റും, ഡോണ്ട് റൺ ഇൻ ദ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ വർക്ക്ഷോപ്പിൽ അനാവശ്യമായിട്ട് എന്താണ്? വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുക, അതുപോലെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? വർക്ക്ഷോപ്പിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആ ഒരു ചിത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. വെൻ യൂസിങ് ഹാക്സോ ചെക്ക് ഇറ്റ്സ് ടീത്ത് ഷുഡ് ബി ഷാർപ്പ്. എന്താണ് പറയുന്നത്? ഹാക്സോ ബ്ലേഡ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടീത്ത് ഷാർപ്പാണോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അല്ലേ? ഹാക്സോ ബ്ലേഡ് ഷാർപ്പല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മളെ എഫേർട്ട് എന്തായിരിക്കും? വേസ്റ്റ് ആയിരിക്കും.
അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്, ഹാക്സോ ബ്ലേഡ് എപ്പോഴും ഷാർപ്പാന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. അടുത്ത പോയിന്റ് എന്താണ്, ഓൾവേസ് വിയർ ദ ഏപ്രൺ ആൻഡ് ദ ക്ലോസ്ഡ് ടോ ഷൂ, നോട്ട് യൂസ് ലൂസ് ക്ലോത്ത്സ്. എന്തൊക്കെയാണ് പറയുന്നത്, വർക്ക്ഷോപ്പിൽ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ ഏപ്രൺ യൂസ് ചെയ്യണം. എന്താണ് ഏപ്രൺ എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഏപ്രൺ എന്തായിരിക്കണം, നമ്മൾ എപ്പോഴും വർക്ക്ഷോപ്പിൽ ഫിറ്റിങ്ങിൽ ജോലി ചെയ്യുമ്പോൾ ഏപ്രൺ യൂസ് ചെയ്യണം. അതുപോലെ ക്ലോസ്ഡ് ടോ ഷൂസ് യൂസ് ചെയ്യണം. ക്ലോസ്ഡ് ടോ ഷൂ യൂസ് ചെയ്യണം. നോർമൽ ചപ്പൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഗ്രിപ്പ് കുറവായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ആണി പോലുള്ള ഷാർപ്പായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ വർക്ക്ഷോപ്പിൽ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അതൊക്കെ കാലിൽ കയറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വെയിറ്റ് കൂടിയിട്ടുള്ള ടൂൾസോ മെറ്റീരിയൽസോ കാര്യങ്ങളൊക്കെ നമ്മുടെ വർക്ക്ഷോപ്പിലുണ്ടായിരിക്കും. അത് കാലിൽ വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും, പരിക്ക് പറ്റാനുള്ള സാധ്യതകളുണ്ട്. അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്ലോസ്ഡ് ടോ ഷൂ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അതുപോലെ പറയുന്ന ഒരു പോയിൻ്റാണ് നോട്ട് യൂസ് ലൂസ് ക്ലോത്ത്സ്. എന്താണ് പറയുന്നത്, ലൂസായിട്ടുള്ള ക്ലോത്ത്സ് അഥവാ അയഞ്ഞ വസ്ത്രങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, വർക്ക്ഷോപ്പിൽ ധരിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അയഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ അത് മെഷീൻസിൽ കുടുങ്ങാനുള്ള സാധ്യത വളരെ അധികമാണ് അല്ലേ. മെഷീൻസിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, വലിയൊരു അപകടം തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത്, അയഞ്ഞ വസ്ത്രങ്ങൾ അഥവാ ലൂസ് ക്ലോത്ത്സ് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കാം, ഡു നോട്ട് വിയർ എനി ജുവലറി, വാച്ചസ്, റിങ്സ് ഡ്യൂറിങ് വർക്കിംഗ്. എന്താണ്, നമ്മൾ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന അവസരത്തിൽ ജുവല്ലറീസ് യൂസ് ചെയ്യരുത്. അതായത് മോതിരം, ബ്രേസ്ലെറ്റ്, വാച്ച്, ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, വർക്ക്ഷോപ്പിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്, ചിലപ്പോൾ ഇതൊക്കെ ഏതെങ്കിലും മെഷീൻസിൻ്റെ പാർട്സിലൊക്കെ കുടുങ്ങാൻ ചാൻസ് ഉണ്ട് അല്ലേ. ബ്രേസ്ലെറ്റും മോതിരമൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ എന്തായിരിക്കും, അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തേയ്മാനം സംഭവിക്കും അല്ലേ, നമ്മുടെ സ്വർണ്ണമൊക്കെ ആണെന്നുണ്ടെങ്കിൽ തേയ്മാനം സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അക്കാരണങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യാൻ പറയുന്നത്, ജുവല്ലറീസ് എന്ത് ചെയ്യാൻ പാടില്ല, വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു ഏപ്രൺ എന്താണെന്നുള്ളത്. ഏപ്രൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന ഒരു ഡ്രസ്സാണ്. ഇതാണ് ആ ഏപ്രൺ. ഇവിടെ ഒരു ആൾ ഏപ്രൺ, ആ വൈറ്റ് ടീഷർട്ട് ഇട്ട വ്യക്തി ഒരു ബ്ലാക്ക് കളറിൽ നിങ്ങൾക്ക് ഏപ്രൺ ധരിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും. എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഏപ്രൺ യൂസ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു ക്ലോസ്ഡ് ടോ ഷൂ യൂസ് ചെയ്യണമെന്ന്. നിർബന്ധമായും എന്ത് ചെയ്യണം, ക്ലോസ്ഡ് ടോ ഷൂ യൂസ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ചിത്രത്തിൽ ഒരു ക്ലോസ്ഡ് ടോ ഷൂ ആണ് കാണിച്ചിട്ടുള്ളത്. ഇതെന്ത് ചെയ്യുന്നുണ്ട്, നമുക്കുടെ കാലിന് ഒരുപാട് പ്രൊട്ടക്ഷൻ തരും. നമ്മുടെ കാലിൻ്റെ ആ പാദഭാഗത്തിൽ എന്തുണ്ടായിരിക്കും, ഈ ഒരു ഷൂവിൽ സ്റ്റീലിൻ്റെ ഒരു സ്ട്രിപ്പ് ഉണ്ടായിരിക്കും. ആ സ്റ്റീലിൻ്റെ ഒരു സ്ട്രിപ്പ് ഉള്ള കാരണം വെയിറ്റുള്ള വസ്തുക്കളോ അല്ലെങ്കിൽ ടൂൾസോ ഒക്കെ നമ്മുടെ കാലിൽ വീഴുമ്പോൾ അത് പരിക്കിൽ നിന്നും നമ്മളെ സംരക്ഷിക്കും. ഇല്ലെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ കാലിന് മുറിവും ചതവൊക്കെ പറ്റാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ എന്താണ്, നമ്മുടെ വർക്ക്ഷോപ്പിൽ ചിലപ്പോൾ ഓയിലും കാര്യങ്ങളൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു ചപ്പൽ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, അവിടെ സ്ലിപ്പ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ഷൂസ് നമുക്ക് എന്ത് ചെയ്യും, നല്ല ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യും. നല്ല ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ സ്ലിപ്പായി പോകാനോ അല്ലെങ്കിൽ വീഴാനുള്ള സാധ്യത വളരെയധികം കുറയും. അതുപോലെ എന്തായാലും ഷോക്ക് പ്രൂഫൊക്കെയാണ് ഈ ഷൂസ്. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഗോഗിൾസ് എന്ന് പറയുന്നത്. ഗോഗിൾസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ ഫയൽ ചെയ്യുന്ന അവസരത്തിൽ ചെറിയ സ്പാറ്റേഴ്സും ചിപ്പൊക്കെ നമ്മുടെ കണ്ണിലേക്ക് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കണ്ണിൻ്റെ സംരക്ഷണത്തിനാണ് നമ്മൾ ഗോഗിൾസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വെൽഡിംഗ് ഒക്കെ ചെയ്യുന്ന അവസരത്തിൽ ഇത് യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫിറ്റിംഗ് യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഗോഗിൾസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് അനിവാര്യമായിട്ടുള്ളതാണ്. നിങ്ങൾ ആ ചിത്രങ്ങൾ നോക്കുക, വ്യത്യസ്ത ഇനം 4 തരത്തിലുള്ള ഗോഗിൾസിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നത്. അടുത്ത കുറച്ച് പോയിന്റ്സ് നോക്കാം. മെയിൻ്റനൻസ് ആൻഡ് ക്ലീൻലിനെസ് ഓഫ് ഷോപ്പ് ഫ്ലോർ. എന്താണ് പറയുന്നത്, നമ്മുടെ ഷോപ്പ് ഫ്ലോർ അഥവാ നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ തറ എപ്പോഴും എന്തായിരിക്കണം, നല്ല ക്ലീൻ ആയിരിക്കണം. നല്ല വൃത്തിയിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം എന്താണ്, ചിലപ്പോൾ ഓയിലും ഗ്രീസും ഒക്കെ പോയി കഴിഞ്ഞാൽ വഴുക്കാനും സ്ലിപ്പാവാനുള്ളൊക്കെ ചാൻസ് വളരെയധികം കൂടുതലാണ്. ചിലപ്പോൾ സ്ലിപ്പായി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വേറെ പാർട്സിൽ പോയി ഇടിക്കാനോ അല്ലെങ്കിൽ വേറെ മെഷീൻസിൽ പോയി കൈ കുടുങ്ങാനോ കാല് കുടുങ്ങാനോ ഒക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എന്തായിരിക്കണം, ഷോപ്പ് ഫ്ലോർ എപ്പോഴും എന്തായിരിക്കണം, നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം. റിമൂവൽ ഓഫ് മെറ്റൽ ചിപ്സ് വിത്ത് പ്രോപ്പർ പ്രൊട്ടക്ഷൻ. എന്താ പറയുന്നത്, മെറ്റൽ ചിപ്പ് റിമൂവ് ചെയ്യുമ്പോൾ പ്രോപ്പർ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യണം. അതായത് നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് എന്ത് ചെയ്യണം, കൃത്യമായ രീതിയിൽ പ്രൊട്ടക്ഷൻ ഡിവൈസ്, സേഫ്റ്റി ഡിവൈസ് യൂസ് ചെയ്തിട്ട് വേണം ഇത് റിമൂവ് ചെയ്യാനൊക്കെ അല്ലേ. ഇല്ലെങ്കിൽ എന്തായിരിക്കും, അത് നേരെ നമ്മൾ നിലത്തേക്ക് തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ
മുറിവും കാര്യങ്ങളും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ എന്തായിരിക്കും, നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അവോയ്ഡിങ് ഫയർ ഹസാർഡ്സ്. എന്താണ്, ഫയർ ഉണ്ടാകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, മാക്സിമം അവോയ്ഡ് ചെയ്യണം. അടുത്തത് പ്രോപ്പർ ഇൻസുലേഷൻ ഓഫ് ഇലക്ട്രിക് വയർ. നമ്മുടെ വർക്ക്ഷോപ്പിലൂടെ ചിലപ്പോൾ ഇലക്ട്രിക് വയേഴ്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരിക്കും അല്ലേ. ആ വയേഴ്സൊക്കെ എന്തായിരിക്കണം, പ്രോപ്പറായിട്ട് ഇൻസുലേറ്റഡ് ആണോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ എന്താണ്, ഷോക്ക് അടിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. വർക്ക്ഷോപ്പിലൂടെ കടന്നു പോകുന്ന വയേഴ്സും കാര്യങ്ങളൊക്കെ എന്തായിരിക്കണം, പ്രോപ്പറായിട്ട് ഇൻസുലേറ്റഡ് ആണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. അടുത്ത പോയിന്റ് എന്താണ്, എർത്തിങ് ഓഫ് ഇലക്ട്രിക് അപ്ലയൻസസ്. ഇലക്ട്രിക് അപ്ലയൻസസ് ഒക്കെ എന്തായിരിക്കണം, പ്രോപ്പറായിട്ട് എർത്തിങ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ എന്താണ്, ഷോക്കും കാര്യങ്ങളും വലിയ അപകടം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു ചിത്രം കാണാൻ സാധിക്കും. ഒരു വ്യക്തി ഒരുപാട് സേഫ്റ്റി ഡിവൈസസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ഫോട്ടോ അവിടെ കാണാൻ പറ്റും. ചുറ്റും ഒരുപാട് സേഫ്റ്റി ഡിവൈസസും കാണാൻ പറ്റും. അതിൽ പറയുന്നത് എന്താണ്, ഫസ്റ്റ് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ഹെൽമെറ്റ് ആണ് അല്ലേ. പ്രൊട്ടക്റ്റീവ് ഹെൽമെറ്റ്, അദ്ദേഹം ഒരു ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട്. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കുന്ന പോലെ തന്നെ വർക്ക്ഷോപ്പിലും എന്താണ്, നമ്മൾ ഹെൽമെറ്റ് ധരിക്കണം. ഈ ഹെൽമെറ്റ് എന്തിനാണ് ധരിക്കുന്നത്, നമ്മുടെ തലയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അല്ലേ. തലയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് വർക്ക്ഷോപ്പിൽ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഓരോ ഹെൽമെറ്റിൻ്റെ കളറിനനുസരിച്ചിട്ട് വരെ കോഡുണ്ട്. ഇപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റീൻ്റെ ആളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗ്രീൻ കളറിലുള്ള ഹെൽമെറ്റ് ആയിരിക്കും ധരിക്കുക. സൂപ്പർവൈസർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വൈറ്റ് കളറിലുള്ള ഹെൽമെറ്റ് ആയിരിക്കും ധരിക്കുക. അതുപോലെ എന്തുണ്ട്, ഹെൽമെറ്റിൻ്റെ കളർ അനുസരിച്ച് നമുക്ക് അവിടുത്തെ പൊസിഷൻസും കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ തലയുടെ പ്രൊട്ടക്ഷനാണ് അല്ലേ. ചിലപ്പോൾ മെഷീൻസും കാര്യങ്ങളും ചിലപ്പോൾ എന്തെങ്കിലും പാർട്സൊക്കെ എന്താണ്, ചിലപ്പോൾ തെറിച്ച് വീഴാനൊക്കെ സാധ്യതയുണ്ട്. നമ്മുടെ തലയിൽ തട്ടിക്കഴിഞ്ഞാൽ വലിയൊരു അപകടം ഉണ്ടാവും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇയർ പ്ലഗ്സ്. എന്താണ് ഇയർ പ്ലഗ്സ്, നമ്മൾ വർക്ക്ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അധികമായിട്ടുള്ള സൗണ്ട് ഉണ്ടാവും അല്ലേ. ഒരുപാട് മെഷീൻസ് പ്രവർത്തിക്കുമ്പോൾ വലിയ സൗണ്ട് തന്നെ ഉണ്ടാകും. അത് നമ്മുടെ ചെവിക്ക് വളരെയധികം ദോഷകരമായി ബാധിക്കും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇയർ പ്ലഗ്സ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ചെവിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എന്ത്, ഇയർ പ്ലഗ്സ് യൂസ് ചെയ്യുന്നത്. അടുത്തത് വിയേഴ്സ് ക്ലോത്ത്സ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഏപ്രണിനെ കുറിച്ച് പറഞ്ഞു, അത് തന്നെയാണ് അത്. അതുപോലെ പറയുന്ന ഒരു പോയിൻ്റാണ് സേഫ്റ്റി ഗ്ലൗസ്. സേഫ്റ്റി ഗ്ലൗസ് നമ്മൾ എന്ത് ചെയ്യണം, ചൂടുള്ള പദാർത്ഥങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും അല്ലേ. മെറ്റീരിയൽസൊക്കെ ചിലപ്പോൾ ചൂടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ് നമ്മൾ കൈയായിട്ട് തൊട്ടാന്നായിരിക്കും കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത്, സേഫ്റ്റി ഗ്ലൗസും കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ പ്രൊട്ടക്റ്റീവ് ബൂട്ട്സ്. എന്താണ് പ്രൊട്ടക്റ്റീവ് ബൂട്ട്സ്, നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലോസ്ഡ് ടോ ഷൂവിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ യൂസ് ചെയ്യുന്നതാണ് ഈ പ്രൊട്ടക്റ്റീവ് ബൂട്ട്സ്. നമ്മുടെ കാലിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രൊട്ടക്റ്റീവ് ബൂട്ട്സ് യൂസ് ചെയ്യുന്നത്. ഡസ്റ്റ് മാസ്ക് അല്ലേ. ഫയലിംഗ് ഒക്കെ ചെയ്യുന്ന അവസരത്തിൽ അതിൻ്റെ തരികൾ നമ്മുടെ ശ്വാസകോശത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡസ്റ്റ് മാസ്ക് യൂസ് ചെയ്യുന്നത്. മാസ്ക് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഡസ്റ്റ് മാസ്ക് യൂസ് ചെയ്യുന്നത് എന്താണ്, ഈ ഇരുമ്പിൻ്റെ പൊടികളും കാര്യങ്ങളും നമ്മുടെ ശ്വാസകോശത്തിൽ എത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്തതാണ് ഐ വിയർ. ഐ വിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. നേരത്തെ ഗോഗിൾസിൻ്റെ കാര്യം പറഞ്ഞ പോലെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐ വിയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി കോസസ് ഓഫ് ആക്സിഡൻറ്റ്. എന്തൊക്കെയാണ് ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യതകൾ, എന്തുകൊണ്ടൊക്കെയാണ് കാരണങ്ങൾ, എന്തൊക്കെയാണ് ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ, അതാണ് നമ്മൾ പറയുന്നത്. വയലേഷൻ ഓഫ് സേഫ്റ്റി റൂൾസ് ആൻഡ് നോട്ട് യൂസിങ് സേഫ്റ്റി ഡിവൈസസ്. എന്താണ്, വർക്ക്ഷോപ്പിൽ പാലിക്കേണ്ട സേഫ്റ്റി റൂൾസ് എന്താണ്, വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും, ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അല്ലേ. നമ്മൾ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, വർക്ക്ഷോപ്പിൽ പാലിക്കേണ്ട ഒരുപാട് സേഫ്റ്റി റൂൾസ് പറഞ്ഞു. ആ സേഫ്റ്റി റൂൾസ് കൃത്യമായി ഇരുന്ന് കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും, അപകട സാധ്യത വളരെയധികമാണ്. ഓക്കെ, അടുത്ത പോയിൻ്റ് എന്താണ്, നോട്ട് യൂസിങ് സേഫ്റ്റി ഡിവൈസസ് കൃത്യമായി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്തുണ്ടായിരിക്കും, അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലേ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലോസ്ഡ് ടോ ബൂട്ട്സ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തുണ്ടായിരിക്കും, ചിലപ്പോൾ കാലിന് പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഫയൽ ചെയ്യുന്ന അവസരത്തിലും ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ ഗോഗിൾസ് യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കണ്ണിന് തകരാറ് വരാനും കണ്ണിന് പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൗസ് യൂസ് ചെയ്യണം, ഏപ്രൺ യൂസ് ചെയ്യണം. അതെല്ലാം അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത എന്താണ്, വളരെയധികം കൂടുതലാണ്. ഇംപ്രോപ്പർ യൂസ് ഓഫ് ഗാഡ്ജറ്റ്സ് ആൻഡ് മെഷീൻ കൺട്രോൾ. നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ്, എല്ലാ ടൂൾസിനും എന്തുണ്ട്, അതിൻ്റേതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട്. അതനുസരിച്ച് വേണം നമ്മൾ വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കാൻ. ഓരോ ടൂൾസിൻ്റെയും ഉപയോഗത്തിനനുസരിച്ച് വേണം നമ്മൾ ഉപയോഗിക്കാൻ.
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്പാനർ യൂസ് ചെയ്യുന്നുണ്ട്, സ്പാനറിന് എന്തുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഉപയോഗമുണ്ട്. അപ്പോൾ സ്പാനർ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഉപയോഗത്തിന് മാത്രമായിരിക്കണം. നമ്മൾ വേറൊരു കാര്യത്തിന് ചുറ്റിക ഉപയോഗിച്ച് അടിക്കുന്നതിന് പകരം സ്പാനർ യൂസ് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, ചിലപ്പോൾ അത് വേറെ അപകടങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ വഴി തെളിക്കും. അതുപോലെ തന്നെ വർക്ക്ഷോപ്പിൽ ഇൻസ്ട്രക്ടർ അനുവാദം കൂടാതെ മെഷീൻസ് ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, അങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കാൻ ശ്രമിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്തായിരിക്കും, അപകടങ്ങൾക്ക് സാധ്യത ഉളവാക്കും. അൺസേഫ് വർക്കിംഗ് കണ്ടീഷൻ, നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻ അത്ര സേഫ് അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അല്ലേ. ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ലൂസായിട്ടുള്ള ഫയലിൻ്റെ ഹാൻഡിൽ, അതുപോലെ പിന്ന്, ഹാക്സോ ബ്ലേഡിൻ്റെ പിന്ന് കൃത്യമായി ലോക്ക് ചെയ്യാതിരിക്കുക, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. അടുത്തൊരു പോയിൻ്റ് എന്താണ്, വിയർ ആൻഡ് ടിയർ ഓഫ് ദ ഫങ്ഷണൽ കമ്പോണൻസ്. വിയർ ആൻഡ് ടിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേയ്മാനം അല്ലേ. നമ്മുടെ മെഷീൻസിലൊക്കെ പാർട്സുകളാണ് അല്ലേ, ഇരുമ്പിൻ്റെയും ഓരോ മെറ്റീരിയലിൻ്റെ ഒക്കെ പാർട്സുകൾ ഉണ്ടായിരിക്കും. കാസ്റ്റ് അയൺ, കാസ്റ്റ് സ്റ്റീൽ, മൈൽഡ് സ്റ്റീൽ, അങ്ങനെ ഒരുപാട് മെറ്റീരിയലിൻ്റെ പാർട്സുകളാണ്. ഈ പാർട്സൊക്കെ ഒരുപാട് കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും, തേയ്മാനം ഉണ്ടാവും. തേയ്മാനം സംഭവിച്ച പാർട്സുകളൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായി നമ്മൾ മാറ്റണം. ഇല്ലെങ്കിൽ എന്താ, അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലേ. തേയ്മാനം സംഭവിച്ച പാർട്സുകൾ മെഷീൻസിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും, ചിലപ്പോൾ ഊരിത്തെറിക്കാനോ അല്ലെങ്കിൽ പൊട്ടിപ്പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അപകടങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ ഓർഗാനിക് ഡിസീസസ്, നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഡിസീസസ്, എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, തലകറക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അവസരത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ അത്ര സേഫ് ആയിരിക്കില്ല. ചിലപ്പോൾ എന്തായിരിക്കും, വേറെ അതിനും വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ സേഫ്റ്റി പ്രിക്വേഷൻ എന്നുള്ള കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തൊക്കെയാണ്, സേഫ്റ്റി പ്രിക്വേഷൻസ്, ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള സേഫ്റ്റി പ്രിക്വേഷൻസ് എന്തൊക്കെയാണ് ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തത്.